വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വെറും 3 ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നമ്മുടെ പോസ് മിനിമൈസ് ചെയ്ത് നമുക്കൊരു ആൻറ്റി ഏജിങ് എഫക്റ്റ് തരാനും പിന്നെ അതുപോലെ നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് ഗ്ലോയിങ് ആയിട്ട് വെക്കാനും സ്മൂത്തായിട്ട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ മാറ്റി നമ്മുടെ സ്കിന്നൊക്കെ നല്ല സ്മൂത്തായിട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലനായിട്ടുള്ള ഒരു ഫേസ് പാക്കോട്ടാണ് വന്നേക്കുന്നത്. ഇതിനാദ്യം തന്നെ നമുക്ക് വേണ്ടത് മുട്ടയാണ്. മുട്ടയുടെ വെള്ളയാണ് വേണ്ടത്. യെല്ലോ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ കൂടുതലും യെല്ലോയിൽ ഫാറ്റ് കണ്ടന്റ് കൂടുതലായതുകൊണ്ട് അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. മുട്ടയുടെ വെള്ളം മാത്രം എടുത്താൽ മതി. അപ്പോൾ അത് എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അടുത്ത് വേണ്ടത് നമ്മുടെ പഞ്ചസാരയാണ്. അതൊരു വലിയ ടേബിൾ സ്പൂൺ പഞ്ചസാര തന്നെ എടുക്കുക. അത് എടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് നമ്മുടെ തേനാണ്. തേൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും ഓർഗാനിക് ആയിട്ടുള്ള തേൻ ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും നല്ലത്. മറ്റേതാണെങ്കിലും കുഴപ്പമില്ല, എഫക്റ്റ് ഒക്കെ കിട്ടും. പക്ഷെ നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള തേൻ എടുക്കുമ്പോഴത്തേക്ക് അതിന്റെ ഡിഫറൻസ് നമുക്ക് നല്ലപോലെ മനസ്സിലാവും. കാരണം ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്നത് ഓർഗാനിക് ആയിരുന്നു. പക്ഷെ എൻ്റെ അത് തീർന്നു പോയതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഒരെണ്ണം വാങ്ങിയതാണ്. ഇത് വാങ്ങിയതല്ല, വെച്ചിട്ട് ഇത് ഫ്രീ കിട്ടിയതാണ്. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ അതിന്റെ ഒരു ഡിഫറൻസ് എനിക്ക് നല്ലവണ്ണം മനസ്സിലായി. സോ അതുകൊണ്ടാണ് പറയുന്നത്. കുറച്ചുകൂടെ പ്രിഫർ ചെയ്യേണ്ടത് ഓർഗാനിക് ആയിട്ടുള്ള തേൻ ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല രീതിക്ക് ബീറ്റ് ചെയ്യുക. നമ്മൾ ഈ കേക്ക് ബീറ്ററൊക്കെ ഇടില്ലേ, അങ്ങനെ ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ബീറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. വേറെ ഇൻഗ്രീഡിയൻ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ബീറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നല്ല എഫക്റ്റ് കിട്ടും. സോ നല്ലിങ്ങനെ പതഞ്ഞ് വരണം. അല്ലെങ്കിൽ നമുക്ക് ഈ ഇതേപോലെ ഫോർക്ക് വെച്ചിട്ട് തന്നെ നല്ല രീതിക്ക് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്ത് ഇതേപോലെ പത വരണം. ഇതേപോലെ കുറച്ചുകൂടെ നിങ്ങൾക്ക് പതയായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. എനിക്കിപ്പോൾ നല്ല രീതിക്ക് കൈ കഴിക്കുന്നതുകൊണ്ടാണ് ഞാൻ അത് അവിടെ വെച്ച് നിർത്തിയത്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതേപോലെ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഫേസിലേക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു പതയുണ്ടല്ലോ, പത ആദ്യം നമ്മുടെ ഫേസിലേക്ക് ജസ്റ്റ് അപ്ലൈ ആ ഒരു സ്പൂൺ കൊണ്ട് അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ എടുത്തിട്ട് ഫേസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും അപ്വേർഡ്സ് വേണം നമ്മൾ മസാജ് ചെയ്യാനായിട്ട്. ക്ലോക്ക് വൈസ് മുകളിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സ്കിന്നിൻ്റെ സാഗിങ് വരത്തില്ലേ, അതൊന്ന് റെഡ്യൂസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എപ്പോഴും നമ്മൾ മസാജ് ചെയ്യുമ്പോൾ മുകളിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. മുകളിലേക്ക് നല്ല രീതിക്ക് മസാജ് ചെയ്ത് പിന്നെ നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും പിന്നെ നമുക്ക് ഓപ്പൺ പോഴ്സൊക്കെ കൂടുതലുള്ളിടത്ത് വേണം നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ. ബാക്കി സ്ഥലങ്ങളിലൊക്കെ അത്രയ്ക്ക് ഫോക്കസ് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ നെറ്റിയുടെ ഭാഗത്ത്. അവിടെയൊക്കെ ചിലവർക്ക് പോസ് കാണാറുണ്ട്. പിന്നെ മൂക്കിൻ്റെ ഭാഗത്ത്, പിന്നെ നമ്മുടെ ചുണ്ടിൻ്റെ തൊട്ട് താഴെ നമ്മുടെ ചിന്നിൻ്റെ ഭാഗത്തില്ലേ, താടിയുടെ ആ ഒരു ഗ്യാപ്പിൽ അവിടെ, പിന്നെ ചിലവർക്ക് നമ്മുടെ ചീക്സിൽ ചിലവർക്ക് കാണാറുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് സ്വയം അറിയാമല്ലോ നമുക്ക് എവിടെയൊക്കെയാണ് പോസും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന്. അപ്പോൾ അവിടെയൊക്കെ വേണം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട്. പിന്നെ ശ്രദ്ധിക്കുക, ഇതൊരു വെളുപ്പിക്കുന്ന ഫേസ് മാസ്ക് അല്ല. ഇത് നമ്മുടെ സ്കിൻ ടൈറ്റൻ ചെയ്യാനും ഒരു 20 വയസ്സിനൊക്കെ ശേഷമുള്ളവർ ചെയ്യുന്നതായിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം അതുവരയ്ക്കും ഉള്ളവർക്കൊന്നും അധികം പോസ് ഉണ്ടാവാനും ചാൻസ് ഇല്ല. അതുപോലെ അത്രയ്ക്കും വലിയ ഇഷ്യൂസ് ഒന്നും വരത്തില്ലല്ലോ. അപ്പോഴൊക്കെ നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടെ ബേബി സ്കിന്നാണ്. ഒരു 25 വയസ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്താലും ഓക്കെയാണ്. ഇപ്പോൾ 20 മുതൽ സ്റ്റാർട്ട് ചെയ്തെന്നും പറഞ്ഞ് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അധികം ഭയങ്കര എൻലാർജ്ഡ് ആയിട്ടുള്ള പോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ 2 വട്ടം ചെയ്യാം, വലിയ പോസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ. അതേസമയം നിങ്ങൾക്ക് അധികം പോഴ്സും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് അവിടെ എന്നാൽ ഉണ്ടും താനും. അങ്ങനെയാണെങ്കിൽ മാസത്തിൽ ഒരിക്കലൊക്കെ ചെയ്തു കൊടുത്താൽ മതി. അത് തന്നെ ധാരാളമാണ്. ഞാനിത് മാസത്തിലാണ് ചെയ്തു കൊടുക്കാറ്. മാസത്തിൽ അങ്ങനെ എപ്പോഴും ചെയ്തു കൊടുക്കാറില്ല. എനിക്കിങ്ങനെ പോസൊക്കെ ഒത്തിരി ഇങ്ങനെ ഉണ്ട്, വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ കുറച്ച് കൂടുതലായിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്ന ടൈമിലായിരിക്കും ഞാൻ ചെയ്തു കൊടുക്കുന്നത്. സോ നിങ്ങളും അത് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ചെയ്തു കൊടുത്താൽ മതി. പിന്നെ മാസത്തിൽ എല്ലാ മാസവും ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് നല്ല രീതിക്ക് ഒരു ഗ്ലോയി സ്കിൻ കിട്ടാനും പിന്നെ അതുപോലെ നമ്മുടെ സ്കിന്നൊന്ന് സ്മൂത്താക്കി വെച്ച് നമ്മുടെ പോസൊക്കെ ഒന്ന് ടൈറ്റൻ ചെയ്ത് നമുക്കൊന്ന് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസൊക്കെ തരുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റനായിട്ടൊക്കെ ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ നമുക്ക് മാസത്തിലൊക്കെ അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. ഇപ്പോൾ അധികം പോസൊന്നും ഇല്ല. ഇപ്പം നിങ്ങൾക്ക് മാസത്തിലല്ല ആഴ്ചയിലാണെങ്കിലും ഒരു വട്ടമൊക്കെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. പക്ഷേ ഒരു 25 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ആഴ്ചയിൽ ചെയ്ത് കൊടുക്കുക. അല്ലാതെ ഒരു 20 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മാസത്തിൽ ഒരിക്കലൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെന്തുവാണ്, അപ്പം ഇങ്ങനെയാണ് നമ്മൾ നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ മുട്ടയുടെ സ്മെല്ല് എന്തായാലും ഉണ്ടാവും. കാരണം നമ്മളിതിൽ വേറെ എസൻസോ കാര്യങ്ങളോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല മുട്ടയുടെ സ്മെല്ലുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എസെൻഷ്യൽ ഓയിൽ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2 to 3 ഡ്രോപ്സ് വരെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അത്രയല്ല, മാക്സിമം ഒരു 2 വരെയൊക്കെ നിങ്ങൾ ഡ്രോപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇത്രയും സ്മെല്ല് വരത്തില്ല, പക്ഷെ അത്യാവശ്യം സ്മെല്ലുണ്ട്. അപ്പോൾ എപ്പോഴും കുളിക്കാൻ പോകുന്ന ടൈമിലൊക്കെ നിങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടെ എഫക്റ്റ് കിട്ടുന്നത്.
പിന്നെ ശ്രദ്ധിക്കുക, മുട്ട ആയതുകൊണ്ട് നമ്മൾ ഒത്തിരി സ്കിന്ന് ഡ്രൈ ആക്കി അങ്ങനെ വരണ്ട രീതിക്ക് അങ്ങനെ ആക്കി വെക്കരുത്. നമുക്ക് നമ്മുടെ സ്കിന്നൊന്ന് ചെറുതായിട്ടൊന്ന് ടൈറ്റൻ ആയി തുടങ്ങുന്ന ടൈമിൽ നമ്മൾ വാഷ് ചെയ്ത് തുടങ്ങുക. ഇല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കി കളയും. അപ്പോൾ നമ്മൾ അങ്ങനെ ഡ്രൈ ആക്കി വെക്കേണ്ട, കുറച്ചൊന്ന് ടൈറ്റൻ ആയി തുടങ്ങുന്ന ടൈമിൽ വേണം നമ്മളത് വാഷ് ചെയ്യാനായിട്ട്. അത് എത്ര ടൈമാണോ അത്രയും ടൈം വരെ വെക്കുക. പിന്നെ ഇപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു? എൻ്റെ ഫേസ് കണ്ടോ, നല്ല രീതിക്ക് ഒരു ഗ്ലോയി എഫക്റ്റ് ഉണ്ട്. പക്ഷെ വെളുപ്പിക്കൽ കാര്യങ്ങളൊന്നുമില്ല. അതായത് നമുക്ക് നല്ല ബ്രൈറ്റനിങ് തരും അങ്ങനെയൊന്നും പറയുന്നില്ല. നല്ലൊരു ഗ്ലോ തരും. പിന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറ്റി നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് സ്മൂത്ത് ആക്കി വെക്കും കേട്ടോ. എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. കാരണം നല്ല ഭയങ്കര സപ്പിളാക്കി നല്ല സ്മൂത്ത് ആക്കിയൊക്കെ വെക്കും. അപ്പം അത് നമുക്ക് ഫീൽ ചെയ്ത് തന്നെ അറിയണം. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള 3 ഇൻഗ്രീഡിയൻറ്റ് മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തേനില്ലെങ്കിലും പഞ്ചസാര വെച്ചിട്ടായാലും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മളെ ചാനലിൽ ഒത്തിരി പേര് വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറയുക. പിന്നെ ഒത്തിരി പേര് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്തൊക്കെ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോസ് വരാനായിട്ട് ലേറ്റ് ആവുന്നത്. അപ്പോൾ ഇനി ഉടനെ നമ്മുടെ ഒരു ബോഡി ഓർഡർ കാര്യങ്ങളൊക്കെ കുറയ്ക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.